സാംസങ്ങിൻ്റെ സാംസങ് S23 FE എന്നുള്ള സ്മാർട്ട് ഫോൺ മുമ്പ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ മാർക്കറ്റിൽ എക്സിനോസിൻ്റെ പ്രോസസ്സറുമായിട്ട് വരുന്ന വെർഷനായിരുന്നു ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്നാപ്ഡ്രാഗൺ പ്രോസസ്സറുമായിട്ട് വരുന്ന വെർഷൻ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാത്തതിൽ പലരും ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. ചില രാജ്യങ്ങളിലൊക്കെ സ്നാപ്ഡ്രാഗൺ പ്രോസസ്സറുമായിട്ട് വരുന്ന വെർഷൻ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള പുതിയൊരു ന്യൂസ് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ മാർക്കറ്റിലോട്ടും ഈ ഒരു സ്നാപ്ഡ്രാഗൺ വെർഷൻ വരുന്നു എന്നുള്ളതാണ്. ഫ്ലിപ്കാർട്ടിൽ ഒരു ടീസർ പേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രോഡക്റ്റിൻ്റെ ഒരു പേജും വന്നിട്ടുണ്ടായിരുന്നു. അതിൽ വിലയും അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അത് റിമൂവ് ചെയ്തു. എന്തായാലും കുറച്ച് നേരത്തേക്ക് അത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത് തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ സാംസങ്ങിൻ്റെ S23 FE സ്നാപ്ഡ്രാഗൺ എഡിഷൻ ലോഞ്ച് ചെയ്തേക്കാം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ് S23 FE സ്നാപ്ഡ്രാഗൺ എഡിഷനെ പറ്റിയിട്ടാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ടെക് വാർത്തകൾ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനലിലോ അല്ലാന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലോ ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെയും അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിൻ്റെയൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ റെഗുലർ ആയിട്ടുള്ള ടെക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ കാര്യത്തിൽ സാംസങ് S23 FE സ്നാപ്ഡ്രാഗൺ എഡിഷനിൽ 6.4 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ വന്നേക്കാം. ഇതിൽ ഡൈനാമിക് AMOLED 2x ഡിസ്പ്ലേ ആയിരിക്കും വരിക. പിന്നെ LTPO എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അതായത് റിഫ്രഷ് റേറ്റ് 1 ഹെർട്സിൻ്റെയും 120 ഹെർട്സിൻ്റെയും ഇടയിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. മാക്സിമം 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആയിരിക്കും ഇതിൽ വരിക. പഞ്ചോൾ ഡിസൈനും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. പിന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കും ഈ ഫോണിൽ വരിക. ഗൊറില്ല ഗ്ലാസ് വിക്ടേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. അപ്പം ഈ ഒരു ഫോണിൽ അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വന്നേക്കാം. ഈ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. ഫോണിൻ്റെ വെയിറ്റ് വരിക 209 ഗ്രാം ആയിരിക്കും. തിക്നെസ് വരിക 8.1 mm ആയിരിക്കും. പിന്നെ ഈ ഫോണിൽ IP68 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഈ ഫോൺ വാട്ടർ റെസിസ്റ്റൻറ്റും അതുപോലെ തന്നെ ഡസ്റ്റ് റെസിസ്റ്റൻറ്റും ആയിരിക്കും. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ ഗ്ലാസ് ബാക്ക് ബോഡി ആയിരിക്കും വരിക. അതുപോലെ തന്നെ ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനും വരുന്നതായിരിക്കും. ഈ ഫോണിൻ്റെ പർപ്പിൾ, മിൻറ്റ്, ഗ്രാഫൈറ്റ് എന്നീ കളർ വേരിയൻസ് ലോഞ്ച് ചെയ്തേക്കാം. പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 1 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറൊന്നുമല്ല. ഇപ്പോഴുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറിൻ്റെ തൊട്ട് മുമ്പുള്ളതിൻ്റെ മുമ്പത്തെ ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. ഇപ്പോൾ സാംസങ്ങിൻ്റെ S22 സീരീസിലൊക്കെ വന്നിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ് ഈ ഒരു പ്രോസസ്സർ. എന്തായാലും ഈ ഒരു ഫോണിൽ ഈ ഒരു പ്രോസസ്സർ വന്നേക്കാം. നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ വരേണ്ടതാണ്. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഈ ഒരു ഫോണിൻ്റെ 8GB RAM 128GB ഇൻറ്റേർണൽ വെർഷനും 8GB RAM 256GB ഇൻറ്റേർണൽ വെർഷനും വരുന്നതായിരിക്കും. മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊന്നും ഈ ഫോണിൽ വരാൻ ചാൻസ് ഇല്ല. അതുപോലെ തന്നെ 3.5mm ഓഡിയോ ജാക്കും ഈ ഫോണിൽ വരില്ല. സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ട് സപ്പോർട്ട് ചെയ്യും. NFC എന്നുള്ള ഫീച്ചർ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ Android 13 ബേസ് ആയിട്ടുള്ള 1UI സോഫ്റ്റ്വെയർ ഈ ഫോണിൽ വന്നേക്കാം. ഈ ഫോണിൽ 4 കൊല്ലത്തെ OS അപ്ഡേറ്റും അതുപോലെ തന്നെ 5 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിച്ചേക്കാം. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വന്നേക്കാം. 50 മെഗാപിക്സൽ മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും ഈ ഫോണിൽ വരിക. OSൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ 12 മെഗാപിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഇതിൽ വന്നേക്കാം. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരിക 123 ഡിഗ്രി ആയിരിക്കും. പിന്നെ മൂന്നാമത് 8 മെഗാപിക്സൽ ടെലിഫോട്ടോ ലെൻസ് വന്നേക്കാം. ഇതിൽ 3x ഒപ്റ്റിക്കൽ സൂം സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ OSൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പിന്നെ ഫ്രണ്ടിൽ 10 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയും വന്നേക്കാം. അപ്പം ഓൺ പേപ്പർ അത്യാവശ്യം നല്ലൊരു ക്യാമറ സ്പെസിഫിക്കേഷനൊക്കെ ഇതിൽ വന്നേക്കാം. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ 4500 mAh ബാറ്ററി ഈ ഫോണിൽ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും വരുന്നതായിരിക്കും. 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടും ഇതിൽ വന്നേക്കാം. ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിൽ കാണുന്ന വയർലെസ് ചാർജിങ് എന്നുള്ള ഫീച്ചറും ഇതിൽ വരുന്നതായിരിക്കും. Type-C ചാർജിംഗ് പോർട്ടായിരിക്കും ഈ ഫോണിൽ വരിക. അപ്പോൾ തിരക്കേടില്ലാത്ത നല്ലൊരു ബാറ്ററി സെറ്റപ്പൊക്കെ ഈ ഫോണിൽ വന്നേക്കാം. ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ലോഞ്ച് ഡേറ്റ് ഒന്നും ഇപ്പോൾ കൺഫേം ആയിട്ടില്ല. അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എക്സിനോസിൻ്റെ വെർഷൻ വന്നിട്ടുള്ളത് 60,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ്. പൊതുവേ എക്സിനോസ് വെർഷനേക്കാളും വില സ്നാപ്ഡ്രാഗൺ വെർഷന് കൂടാറുണ്ട്. പക്ഷേ ഈ ഫോണിൻ്റെ വിലയായിട്ട് കാണിച്ചിരിക്കുന്നത് 56,500 രൂപ എന്നുള്ളതാണ്. പിന്നെ ഇത് കൺഫേം ആയിട്ടുള്ള കാര്യമല്ല. ഫ്ലിപ്കാർട്ടിൽ അങ്ങനൊരു പേജ് വന്നപ്പം അതിൽ ആ ഒരു പ്രൈസിംഗ് ആണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ചിലപ്പം ഇത് ഓഫർ പ്രൈസിംഗ് ആവാനും ചാൻസ് ഉണ്ട്. എന്തായാലും കൺഫർമേഷൻസ് ഇപ്പം പുറത്ത് വന്നിട്ടില്ല. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഈ ഫോണിൻ്റെ വില 60,000 രൂപയ്ക്ക് മുകളിൽ പോകാനുള്ള ചാൻസും കുറവാണ്. കാരണം ഇപ്പം 70,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഇപ്പോൾ സാംസങ്ങിൻ്റെ S23 എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. അപ്പം ആ ഒരു ഫോൺ ആ ഒരു പ്രൈസ് റേഞ്ചിൽ വരുമ്പം ഈ ഫോണിന് 65,000 രൂപ എന്നുള്ളത് കൊടുക്കുന്നത് അത്ര നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നില്ല. അപ്പം 56,500 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് തന്നെ ഈ ഫോൺ ലോഞ്ച് ചെയ്തേക്കാം. കൺഫർമേഷൻസ് വന്നിട്ടില്ല. എന്തായാലും സാംസങ്ങിൻ്റെ S23 FE എന്നുള്ള സ്മാർട്ട് ഫോണിൻ്റെ സ്നാപ്ഡ്രാഗൺ എഡിഷൻ ഇന്ത്യൻ മാർക്കറ്റിൽ അടുത്ത് തന്നെ ലോഞ്ച് ചെയ്തേക്കാം. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.